നേരത്തെ കാണിച്ചപ്പോൾ കാണാത്ത കുറച്ച് സ്ഥലം കൂടെ ഉണ്ട്. അതൊന്നിൽ ലോഡായില്ല. അപ്പോൾ അതുകൊണ്ട് കാണിക്കാണ്. ഇവിടെ ലവ് ബിഗിൻസ് വെയർ ഫിയർ ആൻഡ്സ് ഓഷോ. ഇത് ഞാൻ കുറച്ച് നേരത്തെ വീഡിയോ എടുത്തു, പക്ഷേ അത് കറക്റ്റ് ആയില്ല. അതാണപ്പോൾ ഇതിവിടെ ഒരു ജയിൽ പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് അകത്തേക്ക് കിടക്കാം. ഓക്കെ, ഇങ്ങനെ അത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് കാണുന്നത്. ഓക്കെ, ഇത് ഒരു കല്ലല്ല, ഇതൊരു രൂപമാണ്. കുറച്ച് നേരത്തെ വന്നാൽ കണ്ടപ്പോൾ ഒരു രൂപമായിരുന്നല്ലോ. അതിതാണ് കാണിച്ചു തരാം കേട്ടോ. ഇല്ല, അത് ഒരു കല്ല്, നമുക്ക് ബാക്കിൽ നിന്ന് കാണുമ്പോൾ കല്ലായിട്ട് തോന്നും, പക്ഷെ അതൊരു രൂപമാണ്. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കണ്ണൊന്നും ഫിനിഷായിട്ടില്ല. പിന്നെ അതേപോലെ കറക്റ്റ് ഫിനിഷായി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ കുറച്ച് നേരത്തെ ഞാൻ കാണിച്ചു. ഇത് നമ്മൾ പണ്ട് കാലങ്ങളിൽ എല്ലാ വീട്ടിലും ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഉരലും ഉലക്കയും. ഇതെടുത്തിട്ട് ഈ ഉരലിലിട്ട് ഇങ്ങനെ അടിച്ചാണ് അന്ന് ധാന്യങ്ങളൊക്കെ പൊടിച്ചിരുന്നത്. എല്ലാ ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ മുളക്, മല്ലി, അരി എന്നീ നമുക്കിപ്പോൾ പൊടിയായിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെ പണ്ട് മിക്സിയിലല്ലോ. അപ്പോൾ പൊടിച്ചിരുന്നത് ഈ സാധനമായിരുന്നു. പണ്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ തറവാട്ടിലൊക്കെ ഈ സാധനം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അതിൻ്റെ കുഞ്ഞു സാധനങ്ങൾ, പിന്നെ ഒരു കുഞ്ഞു സാധനം ഇത് ഞാൻ എടുത്തിട്ട് ഇടിക്കുന്നില്ല, ഒരു പ്രോപ്പർട്ടി അല്ലേ. അപ്പം ഇതിൻ്റെ ചെറിയ കുഞ്ഞ കല്ല് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് സാധനങ്ങൾ. അതേപോലെ തന്നെ വേറെ ഒരു സാധനമുള്ളത് ഇതും പണ്ട് കാലം നമ്മൾ യൂസ് ചെയ്തിരുന്നതാണ്. ഇത് യൂസ് ചെയ്തിരുന്നത് എന്താ, ഇതിനൊരു വലിയൊരു ഈ വലുപ്പത്തിൽ തന്നെ ഒരു കല്ലുണ്ടാവും. ആ കല്ലിൽ ഉഴുന്നിട്ട് പച്ചരി ഇട്ടിട്ട് ഇങ്ങനെ ആകുമ്പോൾ അത് മാവാവും. അങ്ങനെയാണ് ഇഡ്ഡലി, ദോശ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. മറ്റേതിൽ പൊടി ഐറ്റംസുകളൊക്കെ അതിൽ ഉണ്ടാക്കിയിരുന്നത്. വെള്ളം ഒഴിക്കുന്ന സാധനങ്ങളൊക്കെ ഇതിലാണ്, കുഴമ്പ് രൂപത്തിലുള്ളതൊക്കെ ഇതിലാണ് ആക്കുക. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരിക. അതിനാണ് ഇതിന് വലിപ്പത്തിലേയുള്ള കല്ല് നമ്മളിതിൽ അരയ്ക്കാൻ ഉപയോഗിക്കാറ്. ആ കല്ലിവിടെ കാണുന്നില്ല, അത് മിസ്സിങ് ആണ്. ചിലപ്പോൾ അവരെടുത്ത് വെച്ചിരിക്കും. പിന്നെ അതേ ഇവിടെ ഒരു ബുദ്ധൻ കിടക്കുന്നുണ്ട്. ബുദ്ധൻ ശയിക്കുന്ന ഒരു ക്യാപ്ചറിങ്ങാണ് അവിടെ ഉള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ആമ്പലിൻ്റെ ചെറിയൊരിതുണ്ട്, കണ്ടില്ലേ? വെള്ളം. അപ്പോൾ അതുമുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ വന്ന് വീഡിയോ എടുത്ത സമയത്ത് ഇവിടെയും വീഡിയോ എടുത്തിരുന്നു, പക്ഷേ അത് ആയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ. നോക്കൂ, നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊരു ആമ്പൽക്കുളമാണെന്ന്. ആമ്പൽക്കുളമല്ല ഗൈസ്, ഇതൊരു മീൻ കുളമാണ്. മീനുകളാണ് അവിടെ വളർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ്, ഈ ഏരിയ ആണ് നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടല്ലോ. ഇനി നമുക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഡോറ് നമുക്ക് അടയ്ക്കാം. അടച്ചിട്ടാണ് കിടന്നിരുന്നത്, അപ്പോൾ നമ്മളത് അടച്ചിടാം. ഓക്കെ, അടച്ചു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിൽ പോകുമ്പോൾ നേരത്തെ നമ്മൾ ഇവിടുന്ന് കണ്ടിരുന്നു. പിന്നെ ഇവിടുന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. പക്ഷേ ഞാൻ വെള്ളത്തിലേക്ക് പോകുന്നില്ല. പിന്നെ അത് കണ്ടില്ലേ, ഹാർട്ട് ആൻഡ് ബ്രെയിൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ പുറത്ത് ഭയങ്കര ചൂടാണെങ്കിലും ഇതിനുള്ളിൽ ഭയങ്കര കൂളാണ്. ചൂടും വെയിലൊന്നും നമുക്ക് അറിയുന്നില്ല.
പിന്നെ നേരത്തെ ഞാൻ കാണിച്ചെന്ന പോലത്തെ സാധനം തന്നെയാണ് ഇതും തോന്നുന്നു. ഇതും പൊടിക്കാനുള്ള എന്തോ ഒരു യന്ത്രമാണ്. ഇതിനുള്ളിൽ മാവിട്ടിട്ട് ഇതിങ്ങനെ തിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഞാനൊരു മൂവിയിൽ കണ്ടിട്ടുണ്ട്. ഇവിടെ പൊടി, ഇവിടെ ധാന്യം ഇട്ടിട്ട് ഈ സാധനം ഇങ്ങനെ കണ്ട, ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പോൾ അതിങ്ങനെ തിരിക്കുമ്പോൾ പൊടിഞ്ഞു വരും. പിന്നെ ഇതിവിടെ ഒരു ദീപമുണ്ട്, വിളക്ക് കത്തിച്ചിരുന്നു. ഇവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. നൈറ്റിൽ ചിലപ്പോൾ ഈ ലൈറ്റൊക്കെ കത്തിക്കായിരിക്കും. പിന്നെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ പല പണികളും നടക്കുന്നുണ്ട് ഇവിടെ. പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ കുറച്ചും കൂടെ വൃത്തിയായിരിക്കും. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് സ്പേസ്, ഫയർ, എയർ, വാട്ടർ, എർത്ത്. നോക്കൂ, നമ്മുടെ സ്പേസ്, ഫയർ, എയർ, വാട്ടർ, എർത്ത് നല്ലൊരു പിക്ചർ വരച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടെ കേട്ടോ. ഞാൻ വീണ്ടും ഷൂട്ട് ചെയ്യുന്ന ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ വീണ്ടും ഞാൻ വന്നതാണ് ഇവിടെ ഒന്നും കൂടെ കാണാൻ. അപ്പോൾ ഇതാണ് സ്പേസ്. ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെയൊക്കെ ചില സമയങ്ങളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവിടെ അതിലെ പോയാൽ ഇവിടെ എത്താം, ഇതിലെ പോയാൽ അവിടെ എത്താം എന്നുള്ളതൊക്കെ. കറക്റ്റ് ഇവിടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് നമുക്കത് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിക്കാം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഇത് കണ്ടോ, നേരത്തെ നമ്മൾ കൊല പോലെ കുരുമുളക് ഞാൻ നിറക്കുന്നത് പോലെ കണ്ടില്ലേ, അതുപോലെ ഒരു സാധനം. ഇത് നെല്ലിക്കയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള സാധനമാണിത്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെയൊരു ഫലവൃക്ഷം. അപ്പോൾ ഓക്കെ.